ലാൽ സലാം. മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങി. ഇപ്പോൾ ഷോകൾ പലത് കഴിയുമ്പോൾ ആദ്യ അഭിപ്രായം മാറിയോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സിനിമയ്ക്ക് ഇന്ന് മിക്സഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം കാത്ത് നിന്നിരുന്ന ആരാധകർക്ക്, അതായത് ഫാൻ ഷോസ് തന്നെയായിരുന്നു നമുക്ക് 6 മണിക്ക് കാണാൻ അല്ലെങ്കിൽ 6:30 കാണാൻ കഴിഞ്ഞാൽ അവിടെ ആരാധകരെ തൃപ്തിപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഇഷ്യൂ ആയി വന്നത്. അതിനകത്തിൽ തന്നെ ചില ഫാൻസുകളുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് ഈ സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തിച്ചതും. എന്താണെങ്കിലും ഇത് കാണുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു, വേറെ ഒന്നുമല്ല, ഇതൊരു LJP സിനിമയാണ്. LJPയുടെ എല്ലാ സിനിമകൾക്കും ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര അല്ലെങ്കിൽ കൈമുദ്ര പതിപ്പിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും വന്നിരിക്കുന്നത്. ആ രീതിയിൽ ഒരു LJP സിനിമ കാണാൻ പോകുന്ന ലാഘവത്തിൽ പോവുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേനെയും എന്നുള്ളത്. പിന്നെ നമുക്ക് പറയാം, നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്നുള്ളത്. എല്ലാ സിനിമയും എത്ര ഗംഭീരമായിട്ട് ഓടുന്ന സിനിമയാണെങ്കിലും ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല. ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, അവർ ഒരിക്കലും തൃപ്തിപ്പെടുത്താനും കഴിയില്ല. ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ഉള്ള ഫാൻസ് കഴിഞ്ഞാൽ ഇപ്പോൾ കനത്ത ഡീഗ്രേഡിംഗ് ആണ്. അതായത് ഏത് സിനിമയാണെങ്കിലും ചെറുതായിട്ട് ഒന്ന് അഭിപ്രായം മാറിക്കഴിയുമ്പോഴത്തേക്ക് കനത്ത ഡീഗ്രേഡിംഗ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അതിപ്പോൾ ഇന്ന വ്യക്തി ഇന്ന നടൻ എന്നൊന്നുമില്ല, എല്ലാവരുടെയും വിനോദമാണ്. അതായത് വേദനിപ്പിച്ചിട്ടുള്ള ഒരു സന്തോഷം കണ്ടെത്തുന്ന വിനോദം, അത് ആണ് ഇതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റായി ഇപ്പോൾ നിൽക്കുന്ന മറ്റൊരു കാര്യം. പലപ്പോഴും പറയും ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നും ആരും കാണേണ്ട കാര്യമില്ല. ഈ കഷ്ടപ്പെടുന്നവർക്കൊക്കെ വരുമാനം കിട്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറുണ്ട്. അതായത് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തിൽ ഒരു ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അയാൾ മാത്രം അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇതിലെ ഡയറക്ടേഴ്സോ നടന്മാർക്കോ എല്ലാം വീണ്ടും വീണ്ടും കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കഷ്ടപ്പാടാണ് എല്ലാ മേഖലയിലും. 150 രൂപ കൊടുത്തിട്ട് സിനിമ കാണാൻ പോകുന്നവരുടെയും അതിൽ കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ആളുകൾ പോകുന്നത്. അപ്പം പ്രൊഡ്യൂസർ എന്നൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് വേറെ ഡിഫറൻറ്റ് തന്നെയാണ്. ഒരിക്കൽ എങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കനത്ത ഡീഗ്രേഡിങ് ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവിടെയും ചോദിക്കാം, അയാൾ ലാഭമുണ്ടാക്കാനല്ലേ ചെയ്യുന്നത്? അയാൾ സ്വന്തം കയ്യിലിരിക്കുന്ന കാശ് കൊണ്ടല്ലേ അല്ലെങ്കിൽ കടമെടുത്തിട്ടൊക്കെയല്ലേ അയാൾ അങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അതൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അന്യായമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഡീഗ്രേഡിങ് അത് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ, എല്ലാ വ്യക്തികളെയല്ല, ഇതിലെ നടനെയോ സംവിധായകനെയോ അതിനകത്തിൽ പണിയെടുത്ത് നടുവൊടിഞ്ഞ് കൂലി മേടിച്ചവരെയോ അല്ല പറയുന്നത്. പ്രൊഡ്യൂസർ എന്ന ഏക വ്യക്തി അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരെന്ന് പറയുന്ന കൂട്ടായ വ്യക്തികളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നഷ്ടം, ചിലർക്ക് ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ തല പോലും അല്ലെങ്കിൽ നടു ഉയർത്താൻ കഴിയാത്ത ലെവലിലേക്കായി പോകുമെന്നുള്ളത് തന്നെയാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള ഈ ഒരു ഡീഗ്രേഡിങ് സിസ്റ്റം തന്നെ ഇല്ലാതാക്കി കളയുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്നുള്ള അഭിപ്രായം പറയാം. പക്ഷേ തോണ്ടിയും മാന്തിയും ഒക്കെ ആയിട്ട് ഡീഗ്രേഡ് ചെയ്ത് പോകുന്നതിൽ ഒട്ടും ഇതില്ല. ഇതൊരു നല്ല LJP മൂവിയാണ്. പ്രത്യേകിച്ച് മോഹൻലാൽ ഈ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ടിപ്പിക്കൽ ഈ LJP സിനിമയിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയ്ക്ക് കാണാൻ ഉള്ളത്. നിങ്ങൾ നോക്കിക്കോളൂ, വരുന്ന ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇനിയും കേൾക്കാൻ പോകുന്നത് ഇതൊരു മികച്ച സിനിമ തന്നെയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയോ അല്ലെങ്കിൽ പലരും പ്രതീക്ഷിച്ച പോലെയോ വമ്പൻ കോടികളോ ഒന്നും നേടിയെന്ന് വരില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു നല്ല സിനിമയായിട്ട് തന്നെ മാറും, നല്ല രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ ഉണ്ടാകും എന്നുള്ളത്. കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രമാണ് എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. കാരണം കൂടുതലും ഈ ടീമിൽ നിന്ന് കിട്ടിയതും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അഭിപ്രായങ്ങളനുസരിച്ചിട്ട് ആ റേഞ്ചിൽ തന്നെയാണ്. അതായത് ആദ്യം കിട്ടിയ അഭിപ്രായം അങ്ങനെ തന്നെയായിരുന്നു, മോഹൻലാലിൻ്റെ ഇൻട്രോ കാണുമ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നുള്ള ആ ഒരു വാക്കും കാര്യങ്ങളുമൊക്കെയാണ്. ഇഷ്ടമുള്ളവർക്ക് അത് ആ രീതിയിൽ എത്തിയിട്ടുണ്ടാവാം, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അതെത്തിയില്ല എന്നുള്ള ഒരു കുറവ് ആണ് കൂടുതലായി കേട്ടുവരുന്നതും. എന്തായാലും ആദ്യ അഭിപ്രായം മാറി മറിയുകയാണ്. സിനിമയുടെ ആദ്യ ഷോകൾ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഒരു ടിപ്പിക്കൽ LJP സിനിമ പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷയോടെ പോകുമ്പോൾ സിനിമ മികച്ചതായി വരുന്നു. കനത്ത ഡീഗ്രേഡിങ് നല്ല ലെവലിൽ നടക്കുന്നുണ്ട്. അത് സിനിമ തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും നല്ല ഒരു LJP മൂവി, അതായത് LJPയുടെ എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ LJP സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും മറ്റൊരു ഗംഭീര സിനിമ തന്നെയാണ്. മനസ്സിലാക്കാൻ വിവരമില്ലാത്തത് അവരുടെ കുഴപ്പമാണ് എന്നുള്ളത് മാത്രം പറയരുത് എന്നുള്ളതാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.